അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഗാസയിൽ ഇസ്രായേൽ സൈനികർ നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ വീഡിയോയിൽ അവരുടെ യൂണിഫോമിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവരുടെ ദേശീയ പതാകയോടൊപ്പം ഒരു ബാഡ്ജ് ഉണ്ടായിരുന്നു. അതിലൊരു മാപ്പ് കാണാം. പക്ഷേ ഇതിപ്പോഴത്തെ ഇസ്രായേലിൻ്റെ മാപ്പല്ല. ഇത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന അവരുടെ വലിയ സ്വപ്നത്തിൻ്റെ മാപ്പാണ്. ഇസ്രായേൽ രൂപീകൃതമാകുന്നതിനു മുമ്പേ അവരുടെ സ്ഥാപകനായ തിയോഡോർ ഹെർസൽ മുതൽ ഈ സ്വപ്നം അവർ കണ്ടിരുന്നു. ഈ മാപ്പിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഫലസ്തീൻ്റെ മുഴുവൻ പ്രദേശം, അവർ ഇതിനകം കീഴടക്കിയവ, അതോടൊപ്പം ജോർദാൻ, ലെബനാൻ, സിറിയ, ഈജിപ്തിൻ്റെ ഒരു ഭാഗം, ഇറാഖിൻ്റെ ഒരു ഭാഗം പോലും ഉൾപ്പെടുന്നു. മറ്റൊരു രാജ്യത്തിൻ്റെ ഭൂമിയെ ഇങ്ങനെ തങ്ങളുടെ മാപ്പിൽ കാണിക്കുന്നത് ആ രാജ്യത്തിനെതിരെ അക്രമം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ്. ഇത് ഒരു തരത്തിൽ യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. പക്ഷേ നമ്മുടെ മുസ്ലിം ഭരണാധികാരികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. അവർ വിചാരിക്കുന്നത് ഗാസ തകർന്നു, ഫലസ്തീൻ നശിപ്പിക്കപ്പെട്ടു, ഈജിപ്ത് സാമ്പത്തികമായി തകർക്കപ്പെട്ടു, സിറിയയും ഇറാഖും വിജനമാക്കപ്പെട്ടു, ലെബനാനും തകർക്കപ്പെട്ടു. ഇതൊക്കെ ആ രാജ്യങ്ങളുടെ സ്വന്തം പ്രശ്നമാണ് എന്നാണ് അവർ കരുതുന്നത്. തങ്ങളുടെ കൊട്ടാരങ്ങളിൽ, സ്വന്തം രാജ്യങ്ങളിൽ അവർ സുരക്ഷിതരാണ്. പക്ഷേ ഈ തീ അവരുടെ വീടുകളിലേക്കും വരാൻ പോവുകയാണ്. ഇപ്പോൾ ഉണർന്നില്ലെങ്കിൽ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും. ഇസ്രായേലിൻ്റെ പിന്നിൽ അമേരിക്കയുടെ പിന്തുണയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒരു കാരണം, അമേരിക്കയിലെ യഹൂദ ലോബി അവിടുത്തെ ബിസിനസ്സും സമ്പദ് വ്യവസ്ഥയും നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറം മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ ശത്രുക്കളെ ഇറാൻ, ഇറാഖ്, സിറിയ, ലെബനാൻ, തുർക്കി എന്നിവ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ ആവശ്യമാണ്. ഇവർക്ക് നേരിട്ട് ആക്രമിക്കുന്നതിനു പകരം ഇസ്രായേലിനെ മുന്നിൽ നിർത്തി ഈ രാജ്യങ്ങളെ ദുർബലപ്പെടുത്തുന്നു. ഇതോടൊപ്പം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഗ്രേറ്റർ ഇസ്രായേൽ എന്ന സ്വപ്നം പൂർത്തിയാക്കാനും അവർ ശ്രമിക്കുന്നു. ഗ്രേറ്റർ ഇസ്രായേൽ എന്നാൽ എന്താണെന്നല്ലേ? അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറയിൽ പറയുന്ന വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചാണ്. സുലൈമാൻ നബിയുടെ രാജ്യം പുനഃസ്ഥാപിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അവർ വിശ്വസിക്കുന്നത് അവരുടെ മസീഹ, അവർ പറയുന്ന തെറ്റായ മസീഹ വന്ന് ഈ രാജ്യം ഭരിക്കുമെന്നും ലോകത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം അവർക്ക് ലഭിക്കുമെന്നുമാണ്. ഈ സ്വപ്നം പൂർത്തിയാകാൻ അവർ മസ്ജിദുൽ അക്സ പോലുള്ള പുണ്യസ്ഥലങ്ങൾ നശിപ്പിക്കാനും ചുവന്ന പശുവിനെ ബലി കൊടുക്കാനും പദ്ധതിയിടുന്നതായി പറയപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായി അവർ തങ്ങളുടെ എതിരാളികളെ ഒന്നൊന്നായി ഇല്ലാതാക്കുന്നു. ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തി. ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ളയെ ബെയ്റൂട്ടിൽ വെച്ച് കൊലപ്പെടുത്തി. ഇറാൻ, ലെബനാൻ, സിറിയ എന്നിവിടങ്ങളിൽ അക്രമങ്ങൾ തുടരുന്നു. ഈ രാജ്യങ്ങളെ സൈനികമായോ സാമ്പത്തികമായോ ദുർബലപ്പെടുത്തി തങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ അവർ നീക്കുകയാണ്. നമ്മുടെ മുസ്ലിം ഭരണാധികാരികൾ ഇപ്പോഴും ഒന്നിക്കാൻ തയ്യാറായിട്ടില്ല. അവർക്ക് പേടിയാണ്. അമേരിക്കയുമായുള്ള ബന്ധം തകരുമോ, ഇസ്രായേലുമായുള്ള വ്യാപാരം നിന്നുപോകുമോ എന്ന്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴൊന്നിക്കാതിരുന്നാൽ പിന്നീട് അവർക്കും ഈ ദുരന്തം നേരിടേണ്ടി വരും എന്നതാണ്. തുർക്കി UN വേദിയിൽ മുസ്ലിം രാജ്യങ്ങളെ ഒന്നിപ്പിച്ച് നാറ്റോയെ പോലെ ഒരു സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അമേരിക്കയും ഇസ്രായേലും അതിനെ അനുവദിക്കില്ല. മുൻപ് മുഅമ്മർ ഗദ്ദാഫി, സദ്ദാം ഹുസൈൻ, സുൽഫിക്കർ അലി ഭൂട്ടോ, ഷാ ഫൈസൽ ഇവരെല്ലാം ഇത്തരം ശ്രമങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരാണ്. തുർക്കിയിലെ ഭരണകൂടം താഴെയിറക്കപ്പെടുകയോ പ്രസിഡന്റ് എർദോഗനെ നീക്കം ചെയ്യുകയോ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഗ്രേറ്റർ ഇസ്രായേൽ മാപ്പ് ഈജിപ്തിലെ നൈൽ മുതൽ ഇറാഖിലെ യൂഫ്രട്ടീസ് വരെ വ്യാപിക്കുന്ന വാദഗ്ധ ഭൂമിയെക്കുറിച്ചാണ്. ഇസ്രായേലിലെ എഴുത്തുകാരനായ എവി ലിപ്കിൻ 2025 ജനുവരിയിൽ നടത്തിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അവരുടെ അതിർത്തി ലെബനാന്റെ മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് വരെ മക്ക, മദീന, സിനായ് മല എന്നിവിടങ്ങളിലേക്കും വ്യാപിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ പ്രദേശങ്ങൾ അവരുടെ പൂർവികരായ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഭൂമിയാണെന്നാണ് അവർ പറയുന്നു. തോറയിൽ ഈ ഭൂമി തങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ അത് തിരിച്ചു പിടിക്കേണ്ട സമയമാണെന്നാണ് അവർ പറയുന്നത്. ഒരു ഇസ്രായേലി മന്ത്രി പാരീസിൽ നടത്തിയ പ്രസംഗത്തിൽ ഗ്രേറ്റർ ഇസ്രായേൽ മാപ്പ് പ്രദർശിപ്പിച്ചു. അതിൽ ജോർദാന്റെ ഭാഗങ്ങളും കിഴക്കൻ ജെറുസലേമും ഇസ്രായേലിന്റെ ഭാഗമായി കാണിച്ചു. ജോർദാൻ ഇതിനെതിരെ പ്രതിഷേധിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ഇസ്രായേൽ സൈനികർ ഗ്രേറ്റർ ഇസ്രായേൽ ബാഡ്ജ് ധരിച്ച് തുറന്ന് പ്രകടനം നടത്തുന്നു. ഇതൊരു ലളിതമായ കാര്യമല്ല. മറ്റൊരു രാജ്യത്തിൻ്റെ ഭൂമിയെ തങ്ങളുടേതാണെന്ന് പറയുന്നത്, അത് തോറയിൽ എഴുതിയിട്ടുണ്ട് എന്ന് വാദിക്കുന്നത് ഇത് വ്യക്തമായ ഭീകരതയില്ലെങ്കിൽ പിന്നെ എന്താണ്? ഇസ്രായേലിന് ഏറ്റവും വലിയ തടസ്സം മുസ്ലിം ഐക്യമാണ്.
അതുകൊണ്ട് അവർ വിഭജിച്ചു ഭരിക്കുക എന്ന തന്ത്രം ഉപയോഗിക്കുന്നു. ആളുകളെ വാങ്ങുക, കൊല്ലുക, യുദ്ധങ്ങൾ സൃഷ്ടിക്കുക, പണം ഉപയോഗിച്ച് സ്വാധീനിക്കുക, ഇതൊക്കെ അവർ ചെയ്യുന്നു. അവരുടെ ലക്ഷ്യം ഈ മാപ്പിൽ ഉള്ള എല്ലാ പ്രദേശങ്ങളും ഒന്നൊന്നായി കീഴടക്കുക എന്നതാണ്. ലോകത്തെ വികസിത രാജ്യങ്ങൾ അമേരിക്ക, UK, ജർമ്മനി, ഫ്രാൻസ് എന്താണ് ചെയ്യുന്നത്? അവർ മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നവർ ഇവിടെ നിശബ്ദരാണ്. നമ്മൾ മുസ്ലിം ലോകം എവിടെയാണ് നിൽക്കുന്നത്? സാങ്കേതിക വിദ്യയിലോ രാഷ്ട്രീയത്തിലോ ബിസിനസ്സിലോ നമുക്കിവരോട് മത്സരിക്കാൻ പോലും ഇന്ന് കഴിയുന്നില്ല. എന്തുകൊണ്ട്? കാരണം വ്യക്തമാണ്. ഖുർആൻ പറയുന്നു, നിന്റെ ഗ്രന്ഥത്തിന് പുറംതിരിഞ്ഞാൽ ദൈവം നിന്നെ ലോകത്ത് അപമാനിതനാക്കും, നിന്റെ സ്ഥാനം മറ്റൊരു ജനതയ്ക്ക് നൽകും. നമ്മുടെ ഭരണാധികാരികൾ തങ്ങളുടെ വൈരുദ്ധ്യങ്ങൾ മറന്ന് ഒന്നിക്കാത്തിടത്തോളം ഈ അവസ്ഥ മാറില്ല. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന് ഏറ്റവും വലിയ ഭീഷണി ഇറാനിൽ നിന്നോ ലോകത്തെ ഏറ്റവും മുസ്ലിം ആണവശക്തിയായ പാകിസ്ഥാനിൽ നിന്നോ ആണ്. പക്ഷേ അമേരിക്ക പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭീഷണിയുള്ള ഒരേയൊരു രാജ്യം പാകിസ്ഥാനാണ്. കാരണം അത് മതത്തിൻ്റെ പേരു പറഞ്ഞ് രൂപീകൃതമായ രാജ്യമാണ് ഞങ്ങളെപ്പോലെ. പക്ഷേ അമേരിക്ക പാകിസ്ഥാനെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കുടുക്കി അവർക്ക് മുന്നോട്ട് വരാൻ കഴിയാത്ത അവസ്ഥയിലാക്കി. ഇപ്പോൾ അവരുടെ ശ്രദ്ധ ഇറാനിലാണ്. ഇറാൻ ഒരു ആണവശക്തിയാകാൻ അടുത്തിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ മിഡിൽ ഈസ്റ്റിൽ ശക്തി സന്തുലനം വരും. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ 100 തവണ ചിന്തിക്കേണ്ടി വരും. കാരണം ആണവായുധം ആർക്കും താങ്ങാൻ കഴിയില്ല. ഗ്രേറ്റർ ഇസ്രായേൽ എന്നത് ഒരു വലിയ സ്വപ്നമാണ്. പക്ഷേ ഇത് നടപ്പിലാക്കുക അത്ര എളുപ്പമല്ല. റഷ്യ, ചൈന, മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചാൽ ഇസ്രായേലിനെ തടയാൻ കഴിയും. അല്ലെങ്കിൽ ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങാം. മുസ്ലിം ലോകം ഇതിനെ ജംഗെ ഹർമഗേദോൻ എന്നും ക്രിസ്ത്യാനികൾ ആർമഗേദോൻ എന്നും വിളിക്കുന്നു. ഈ സ്വപ്നം ഒരു ഫാന്റസിയായി തുടരാനാണ് സാധ്യത. പക്ഷേ നമ്മൾ ഒന്നിക്കുകയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനായി നമുക്ക് ബുദ്ധിയും നല്ല മനസ്സും തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.